Once again, all of you, welcome back to my YouTube channel. My name is Adra. So today we are going to discuss the second chapter of CBSE class 8th students, and one more thing, we are going to wind up the chapter today. Okay, അപ്പോൾ നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യാണ്, വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് അവർ ലാസ്റ്റ് ടോപ്പിക് ഈസ് ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് ലീഡ്സ് ടു ഹാംഫുൾ എഫക്ട്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബേണിംഗ് ഫ്യൂവൽസിന്റെ ബേണിംഗ് മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ ഫ്യൂവൽസ് ബേൺ ചെയ്യുന്നത് കൊണ്ടുള്ള ഹാംഫുൾ എഫക്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, നവഡേയ്സ് മോസ്റ്റ് ഓഫ് അവർ ഹോം ഹാവ് വെഹിക്കിൾസ്. ഓക്കെ, എല്ലാവരുടെയും വീട്ടിൽ എന്തുണ്ട്, വെഹിക്കിൾസ് ഉണ്ട്. സോ ഫോർ ദാറ്റ് റണ്ണിങ് ഓഫ് ദീസ് വെഹിക്കിൾസ് ദർ ഇസ് നീഡ് ഓഫ് ഫ്യൂവൽസ്. ഓക്കെ, ഈ വെഹിക്കിൾസ് ഒക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഫ്യൂവൽസ് വേണം. സോ അറ്റ് ദാറ്റ് ടൈം the burning of these fuels release some pollutants to our atmosphere and they will affect us also. ഈ ഫ്യൂവൽസ് ബേൺ ചെയ്യുന്ന സമയത്ത് ചില അൺഡിസൈറബിൾ സബ്സ്റ്റൻസസിനെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കും നമ്മുടെ എൻവിയോൺമെന്റിനും എന്താണ്, ഒരുപോലെ ഹാംഫുൾ ആണ്. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാർബൺ ഫ്യൂവൽസ് ലൈക്ക് വുഡ്, കോൾ ആൻഡ് പെട്രോൾ. ഓക്കെ, കാർബൺ ഫ്യൂവൽസ് ലൈക്ക് വുഡ്, കോൾ ആൻഡ് പെട്രോൾ. After their burning, they will produce unburned carbon particles. ഈ ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പം എന്ത് ചെയ്യാറുണ്ട്, അൺബേൺഡ്, അതായത് വുഡ്, കോള്, പെട്രോള് ബേൺ ചെയ്ത് കഴിയുമ്പം അത് എന്തിനെ റിലീസ് ചെയ്യുന്നു, അൺബേൺഡ് ആയിട്ടുള്ള കാർബൺ പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യാറുണ്ട്, റിലീസ് ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് പോയിന്റ്, കാർബൺ ഫ്യൂവൽസ് ലൈക്ക് വുഡ്, കോൾ ആൻഡ് പെട്രോൾ റിലീസ് unburned carbon particles. Okay, and these unburned carbon particles cause respiratory diseases such as asthma. So first of all, this one is one pollutant, and these unburned carbon particle cause respiratory diseases like asthma. ഈ കാർബൺ ഫ്യൂവൽസ് ആയിട്ടുള്ള വുഡ്, കോള്, ഡീസൽ, പെട്രോൾ, ഇത് ബേൺ ചെയ്ത് കഴിയുമ്പോൾ എന്തിനെ റിലീസ് ചെയ്യും, അൺബേൺഡ് മീൻസ് കത്താത്ത കാർബണിന്റെ പാർട്ടിക്കിൾസിനെ റിലീസ് ചെയ്യും. ഇതപ്പം എന്തുമായിട്ട് മിക്സ് ആവും, നമ്മുടെ എയറിലെ പാർട്ടിക്കിൾസുമായിട്ട് മിക്സ് ആയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, ബ്രീത്ത് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ ഈ അറ്റ്മോസ്ഫറിക് എയറിനെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഇത് റെസ്പിറേറ്ററി ഡിസീസസ് മീൻസ് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. അതുപോലെ ഒരു രോഗത്തിന് എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിരിക്കുന്നതാണ് ആസ്മ എന്ന് പറയുന്നത്. ഓക്കെ, ആസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റെസ്പിറേറ്ററി ഡിസീസ് ആണ്. അപ്പൊ കാർബൺ ഫ്യൂവൽസ് ബേൺ ചെയ്തതിന് ശേഷം വെളിയിൽ വരുന്ന അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിൽ ഡിസോൾവ് ആയതിനു ശേഷം അത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് മൂലമാണ് റെസ്പിറേറ്ററി ഡിസീസസ് ആയ ആസ്മ പോലെയുള്ള രോഗങ്ങൾ വരാനുള്ള കാരണം. ഇനി ഇതേ ഫ്യൂവൽസിനെ ഇൻകംപ്ലീറ്റ് ബേണിംഗ് ആണ് നടക്കുന്നതെങ്കിൽ ദേ വിൽ റിലീസ് കാർബൺ മോണോക്സൈഡ്. അപ്പം ഇതേ ഫ്യൂവൽസ് ഇൻകംപ്ലീറ്റ് ബേണിംഗ് മീൻസ് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നില്ല, ബേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തിനെ റിലീസ് ചെയ്യും, കാർബൺ മോണോക്സൈഡിനെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഒരു പോയിസണസ് ഗ്യാസ് ആണ് കേട്ടോ. ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഒരു പോയിസണസ് ഗ്യാസ് ആണ്. കാർബൺ മോണോക്സൈഡ് ഒരു വ്യക്തി കുറച്ചധികം നേരം ശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആള് മരിച്ചു പോകാൻ വരെയുള്ള കാരണം അത്രയ്ക്ക് പോയിസണസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പം ഇൻകംപ്ലീറ്റ് ബേണിംഗ് ആണ് അവിടെ നടക്കുന്നതെങ്കിൽ ഇത് റിലീസ് ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡിനെയാണ്. കാർബൺ മോണോക്സൈഡ് ഈസ് വെരി പോയിസണസ് ആൻഡ് ഡേഞ്ചറസ് ഗ്യാസ് ആൻഡ് ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു കിൽ എ പേഴ്സൺ ഇൻ ദാറ്റ് റൂം. ഓക്കെ, ആ റൂമിലുള്ള ആ വ്യക്തിയെ കൊല്ലാൻ വരെ കഴിവുള്ളൊരു പോയിസണസ് ഗ്യാസ് ആണ് ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഇനി ദെൻ നെക്സ്റ്റ് വൺ, മോസ്റ്റ് ഓഫ് ദ ഫ്യൂവൽസ് ത്രൂ ദെയർ ബേണിംഗ് ദേ വിൽ റിലീസ് കാർബൺ ഡയോക്സൈഡ്. ഒട്ടുമിക്ക ഫ്യൂവൽസും ബേണിംഗ് ടൈമിൽ റിലീസ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദിസ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഇൻക്രീസിംഗ് ദെൻ ഇറ്റ് വിൽ ലീഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ്. ഈ കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ഒരുപാട് കൂടുകയാണെങ്കിൽ അത് എന്തിന് കാരണമാകുന്നു, ഗ്ലോബൽ വാർമിംഗിന് കാരണമാകുന്നു. ഗ്ലോബൽ വാർമിംഗ് മീൻസ് എന്താണ്, അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ കൂടുന്നതിന് നമ്മൾ എന്താന്ന് പറയുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പം ഈ അറ്റ്മോസ്ഫിയറിൽ വേണ്ടുന്നതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ എന്തായി മാറും, കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അളവ് കൂടുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചറിന്റെ അളവ് എന്ത് ചെയ്യുന്നു, കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേണിംഗ് ഓഫ് കോൾ ആൻഡ് ഡീസൽ റിലീസ് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ്. ഓക്കെ,
കോളും അതേപോലെ ഡീസലും ബേൺ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഗ്യാസ് ഈസ് ദാറ്റ് മച്ച് സഫോക്കേറ്റിംഗ് ആൻഡ് കൊറോസീവ്. ഓക്കെ, അപ്പം ഈ സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സഫോക്കേറ്റിങ്ങും പിന്നെ എന്താണ് കൊറോസീവ് ആയിട്ടൊരു ഗ്യാസ് ആണ് ഈ സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അതേപോലെ പെട്രോൾ എൻജിൻസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്ത് ചെയ്യാറുണ്ട്, റിലീസ് ചെയ്യാറുണ്ട്. ഈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജനും ഓക്സൈഡ്സ് ഓഫ് സൾഫറും റെയിനുമായിട്ട് എന്ത് ചെയ്യും, മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സുമായിട്ട് മിക്സ് ചെയ്ത് പിന്നീട് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന റെയിനെ പറയുന്ന പേരാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ഓക്സൈഡ്സ് ഓഫ് സൾഫർ ആൻഡ് നൈട്രജൻ ഡിസോൾവ്ഡ് ഇൻ ഡ്രോപ്ലെറ്റ്സ് ഓഫ് ദാറ്റ് റെയിൻ ആൻഡ് ദെൻ കം ടു അവർ എർത്ത് ലൈക്ക് എസ് ആസിഡ് റെയിൻ. ഓക്കെ, അപ്പം ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്, ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ബേണിംഗ് ഓഫ് ദീസ് ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ റീപ്ലേസ് ദ യൂസ് ഓഫ് ദീസ് ഫ്യൂവൽസ് ബൈ CNG. ഈ ഫ്യൂവൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CNG എന്ന ഫ്യൂവൽ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. കാരണം CNG എന്ന് പറയുന്നതാണ് ഒരു ലെസ് പൊല്യൂട്ടിങ് ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, ക്ലീനർ ഫ്യൂവൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പെട്രോൾ, ഡീസൽ, കോള് തുടങ്ങിയതിനൊക്കെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരെണ്ണമാണ് CNG എന്ന് പറയുന്നത്. അതെന്താണ്, ലെസ് പൊല്യൂട്ടിങ് ആണ്. ഈ പെട്രോൾ, ഡീസൽ, കോള് തുടങ്ങിയ വസ്തുക്കളൊന്നും ബേൺ ചെയ്യുമ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും പൊല്യൂഷന്റെ റേറ്റ് എന്തില്ല, CNG ബേൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാറില്ല. സോ ദാറ്റ് വൈ CNG ഈസ് മെൻഷൻഡ് ആസ് ക്ലീനർ ഫ്യൂവൽ. ഓക്കെ, അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, the burning of fuels leads to harmful effects എന്ന് പറയുന്നത്. The harmful effects of burning of fuels, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, കാർബൺ ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പം അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അത് റെസ്പിറേറ്ററി ഡിസീസസിന് കാരണമാകുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് ആസ്മ എന്ന് പറയുന്നത്. സെക്കൻഡ്, ഇതേ ഫ്യൂവൽസിന്റെ ഇൻകംപ്ലീറ്റ് ബേണിംഗ് ആണ് നടക്കുന്നതെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഗ്യാസിനെ റിലീസ് ചെയ്യും. കാർബൺ മോണോക്സൈഡ് ഗ്യാസ് എന്ന് പറയുന്നത് ഒരു പോയിസണസ് ഗ്യാസ് ആണ്. ഒരു മനുഷ്യനെ, ആ കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യുന്ന റൂമിൽ ഉള്ള ഒരു മനുഷ്യനെ കൊല്ലാൻ വരെ എബിലിറ്റി ഉള്ള ഒരു ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഇനി ഒട്ടുമിക്ക ഗ്യാസസും ബേൺ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടി വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇനി അതുകൂടാണ്ട് കോള്, ഡീസൽ തുടങ്ങിയത് ബേൺ ചെയ്യുന്ന സമയത്ത് സൾഫർ ഡയോക്സൈഡിനെ റിലീസ് ചെയ്യാറുണ്ട്. പെട്രോൾ എഞ്ചിൻസിൽ നിന്ന് ഓക്സൈഡ്സ് ഓഫ് സൾഫർ, നൈട്രജൻ തുടങ്ങിയവ റിലീസ് ചെയ്യും. ഇത് റെയിനിലെ വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്തിട്ട് പിന്നെ വരുന്ന റെയിനെ പറയുന്ന പേരാണ് ആസിഡ് റെയിൻ എന്ന്. ഇതെല്ലാം ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ബേണിംഗ് ഓഫ് ദീസ് ഫ്യൂവൽസ് ആണ്. വി ക്യാൻ റീപ്ലേസ് ദീസ് ഫ്യൂവൽസ് ബൈ യൂസിങ് CNG ബിക്കോസ് CNG ഈസ് ലെസ് പൊല്യൂട്ടിങ്. ഓക്കെ, അതുകൊണ്ട് CNG നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ക്ലീനർ ഫ്യൂവൽ എന്ന്. ഓക്കെ, അതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കണ്ടത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.